ബെത്സൂദിലെ ചാന്ദ്രരോഗിയായ പെൺകുട്ടി. ബെത്സൂദിലേക്ക് മടങ്ങുന്നതോ ബത്തേറിലെ റോസ് തോട്ടമോ ഒന്നും ഞാൻ കാണുന്നില്ല. ആ തോട്ടം കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. ഈശോയും അപ്പസ്തോലന്മാരും മാത്രമാണ് ഇപ്പോൾ. മാർജിയാമുമില്ല. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പരിശുദ്ധ അമ്മയോടും ശിഷ്യകളോടുമൊപ്പം അവനെ വിട്ടിരിക്കുകയായിരിക്കണം. പർവ്വത പ്രദേശമാണ് കാണുന്നത്. ധാരാളം വൃക്ഷങ്ങൾ, ആകെ പച്ച പിടിച്ച സ്ഥലം, സുഗന്ധവാഹികളായ പൈൻമരങ്ങൾ, ഹൃദ്യമായ അന്തരീക്ഷം. ഈ ഹരിതമോഹനമായ മലഞ്ചെരിവുകളിലൂടെ പശ്ചിമ ദിശയിലേക്ക് ഈശോ അപ്പസ്തോലന്മാരുടെ കൂടെ നടക്കുന്നു. അവർ ഏലീശയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവൾക്ക് വളരെ വ്യത്യാസം വന്നു. യോവനയെ അനുഗമിച്ച് ബത്തേറിലുള്ള അവളുടെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. യോവനായുടെ കാരുണ്യത്തെക്കുറിച്ചും പറയുന്നത് കേട്ടു. ഇനി നടത്താനുള്ള യാത്രയെക്കുറിച്ചും പറയുന്നു. കടലിൻ്റെ ഭാഗത്തുള്ള സമതലങ്ങൾ അവർ വിജയകരമായി പിന്നിട്ട സ്ഥലങ്ങളാണ് കൊള്ളാവുന്നതെന്നതാണ് സംഗതി. പത്രോസ് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവനെ ശ്രദ്ധിക്കൂ. വലിയ ശ്രേഷ്ഠതക്കൊന്നും പോകേണ്ട. നിന്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നും വരുന്ന ചിന്തയങ്ങ് പറയൂ. എന്നെ വിശ്വസിക്കൂ. ഒരാൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെയും അതിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും, ഈശോ പറയുന്നു. എന്നാൽ കറിയോത്തുകാരൻ യൂദാസ് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്കും കുറച്ച് സൂചനകൾ തരണമേ. നന്നായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം പല വിധത്തിൽ പ്രയോജനപ്പെടുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ പ്രദേശങ്ങളിലൊന്നും നിന്നെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നതാണ്. കാരണം ഒരുത്തരും നിന്നെ അറിയുന്ന ലക്ഷണമില്ല. അതിൻ്റെ കാരണം മോറിയായിൽ നിന്നും ശക്തിയായ ഒരു കാറ്റ് ഇപ്പോഴും വീശുന്നുണ്ട്. അത് തന്നെ, അതെല്ലാം ശൂന്യമാക്കും. പത്രോസ് മറുപടി കൊടുക്കുന്നു, കാരണം വിത ഇവിടെ നടന്നിട്ടില്ല, എന്നാൽ നമ്മൾ വിതയ്ക്കും. കറിയോത്തുകാരൻ തിരിച്ചടിക്കുന്നു, ആദ്യത്തെ വിജയനിമിത്തം ആളിന് നല്ല സന്തോഷവും ഉറപ്പുമാണ്. അവർ പർവ്വതത്തിന് മുകളിലെത്തി. വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന മുകൾ ഭാഗത്തു നിന്ന് 4 ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യം. പർവ്വതനിരകൾ നോട്ടമെത്താത്ത തിരമാലകൾ പോലെ പരന്നു കിടക്കുന്നു. അങ്ങകലെയുള്ള ഭാഗം പ്രശാന്തമായ ജലപരപ്പ് പോലെ. അതിനിടയിൽ ഒരു ചെറിയ പർവ്വതം ഉയർന്നു കാണാം. തുറമുഖ കവാടത്തിലെ ലൈറ്റ് ഹൗസ് പോലെ തോന്നിക്കുന്നു. നോക്കൂ, ആ ഗ്രാമം കണ്ടോ? പർവ്വതത്തിനും നെറുകയിൽ സൂര്യപ്രകാശം മുഴുവൻ കൈയടിക്കുന്ന ആ ഗ്രാമം. നമ്മൾ അവിടെ താമസിക്കും. ചരിത്രപ്രധാനമായ അനേകം സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിരീടത്തിൻ്റെ കേന്ദ്രമാണത്. ഇങ്ങു വരൂ. അതാ വടക്കു ഭാഗത്ത് ജാർമുത്ത്. നിങ്ങൾ ജോഷയെ ഓർക്കുന്നുണ്ടോ? ഇസ്രയേലിൻ്റെ താവളം ആക്രമിക്കാൻ വന്ന രാജാവിൻ്റെ പതനം അവിടെയായിരുന്നു. ഗിബയോൺകാരുടെ സഹായം ഇസ്രയേലിനെ ശക്തിപ്പെടുത്തി. അതിൻ്റെ സമീപെ കാണുന്നത് ബെത്ഷമെഷ്, യൂദയായിലെ പുരോഹിത വംശത്തിൻ്റെ പട്ടണം. അവിടെയാണ് ഫിലിസ്തീയർ പേടകം തിരിച്ചു കൊണ്ടുവന്നത്. കുറ്റവാളികളായ ഫിലിസ്തീയരെ കഷ്ടപ്പെടുത്തിയ ബാധകളിൽ നിന്നും മുക്തി നേടാൻ അവരുടെ പൂജാരികളും മന്ത്രവാദികളും നിർദ്ദേശിച്ചതനുസരിച്ച് സ്വർണ്ണക്കാഴ്ചകൾ കൊണ്ടുവന്ന് അർപ്പിച്ച സ്ഥലമാണിത്. നല്ലവണ്ണം സൂര്യപ്രകാശമേൽക്കുന്ന ആ സ്ഥലം സോറായാണ്, സാംസന്റെ പിതൃഭൂമി. അല്പം കിഴക്കുമാറി കാണുന്നത് തിമ്നാത്ത്. അവിടെ വെച്ചാണ് അയാൾ വിവാഹം ചെയ്തതും അനേകം ധീരകൃത്യങ്ങളും പിന്നീട് പല അബദ്ധങ്ങളും ചെയ്തത്. ഫിലിസ്തീയരുടെ പാളയങ്ങളായിരുന്നു അസേക്കായും ഷൊക്കോഹും ആണ് അങ്ങേ വശത്ത്. കുറേ താഴ്ചയിൽ കാണുന്നത് യൂദയായുടെ ഒരു പട്ടണമായ സ്നോഹായാണ്. ഇനി തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കൂ. ഈ താഴ്വര തെരബിന്ദു താഴ്വരയാണ്. ഇവിടെ വെച്ച് ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്തു. അതാ അവിടെ കാണുന്നതാണ് മക്കേഡ. അവിടെ വെച്ച് ജോഷ അമോത്യരെ തോൽപ്പിച്ചു. ഒന്നുകൂടെ തിരിയും. താഴ്വരയുടെ നടുവിൽ ഒറ്റയായി നിൽക്കുന്ന പർവ്വതം കണ്ടോ? ഒരിക്കലത് ഫിലിസ്തീയരുടേതായിരുന്നു. അവിടെയാണ് ഗാത്ത്, ഗോലിയാത്തിൻ്റെ പിതൃഭൂമി. അവിടെയാണ് സാവൂളിൻ്റെ ക്രൂരതയിൽ നിന്നും രക്ഷ നേടാൻ ദാവീദ് അക്കീഷിനോട് കൂടെ അഭയം പ്രാപിച്ചത്. ന്യായനായ രാജാവ് അവിടെ വെച്ച് മാനസിക രോഗിയാണെന്ന് അഭിനയിച്ചു. കാരണം ലോകം ഭോഷന്മാരെ സംരക്ഷിക്കുകയും ജ്ഞാനികളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ചക്രവാള സീമകൾ തെളിയുമ്പോൾ വിശാലമായ ഫലപുഷ്ടിയുള്ള സമതലം ഫിലിസ്തീയരുടെ നാട് കാണുന്നുണ്ട്. നമ്മൾ ആ സ്ഥലങ്ങളിലൂടെ റാംലെ വരെ പോകും. ഇപ്പോൾ നമുക്ക് ബെത്കിന്നായിലേക്ക് പ്രവേശിക്കാം. നീ തന്നെ, വളരെ ദയനീയമായ വിധം എന്നെ നോക്കുന്ന നീ തന്നെ, ഫിലിപ്പെ, ആൻഡ്രൂവിൻ്റെ കൂടെ ആ ഗ്രാമത്തിൽ ചുറ്റി സഞ്ചരിക്കണം. ആ സമയം ഞങ്ങൾ വെള്ളമെടുക്കുന്ന ഉറവയുടെ സമീപത്തോ മൈതാനത്തോ കാണും.
ഓ കർത്താവേ, ഞങ്ങളെ തനിയെ വിടരുതേ, ദയവായി ഞങ്ങളോട് കൂടെ വരൂ, അവർ യാചിക്കുകയാണ്. പോകൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മൗനമായ സാന്നിധ്യത്തെക്കാളേറെ സഹായം അനുസരണയിൽ നിന്നും ലഭിക്കും. അങ്ങനെ ഫിലിപ്പും ആൻഡ്രൂവും കൂടെ ഗ്രാമത്തിലേക്ക് നടന്നു. പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. കുറെ നടന്നപ്പോൾ ഒരു ചെറിയ സത്രം. അതിനുള്ളിൽ കച്ചവടത്തിൻ്റെ ഇടക്കാർ ആട്ടിൻകുട്ടികളുടെ വില പേശുകയാണ് ഇടയന്മാരുമായി. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി. അകത്തെ മുറ്റത്തിൻ്റെ നടുക്ക് പോയി നിന്നു. ചുറ്റും നാടൻ രീതിയിലുള്ള പൂമുഖങ്ങളുണ്ട്. സത്രം സൂക്ഷിപ്പുകാരൻ ഓടി വന്ന് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? താമസ സൗകര്യമാണോ? അവർ പരസ്പരം നോക്കി ആലോചിക്കുകയാണ്. ആകെ വിസ്മയം. അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ വാക്കുപോലും കിട്ടുന്നില്ല. ആൻഡ്രൂവിനെ സ്വയം നിയന്ത്രിക്കാൻ കഴിവ് കിട്ടി. അയാൾ മറുപടിയായി പറയുന്നു, അതെ, ഞങ്ങൾക്കും ഇസ്രയേലിൻ്റെ റബ്ബിക്കും താമസ സൗകര്യം വേണം. ഏത് റബ്ബി? കുറേയേറെ ഉണ്ടല്ലോ. എന്നാൽ അവരെല്ലാം പണക്കാരായ മാന്യന്മാരാണ്. അവരാരും പാവപ്പെട്ട ഗ്രാമവാസികളുടെ പക്കലേക്ക് അവരുടെ ജ്ഞാനം കൊണ്ടുവരാറില്ല. ദരിദ്രരായ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് വേണ്ടത്. അവരുടെ സമീപം എത്തിയാൽ അത് തന്നെ ഭാഗ്യം. ഇസ്രയേലിൻ്റെ റബ്ബി ഒന്നേയുള്ളൂ. അവൻ വന്നിരിക്കുന്നത് സുവിശേഷം ദരിദ്രർക്ക് നൽകാനാണ്. കൂടുതൽ ദരിദ്രരും കൂടുതൽ പാപികളുമായവരുടെ പക്കലേക്ക് അവൻ കൂടുതൽ താല്പര്യത്തോടെ അന്വേഷിച്ചു പോകുന്നത്. ആൻഡ്രൂ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അധികം പണം സമ്പാദിക്കാനൊന്നും പറ്റുകയില്ല. അവൻ സമ്പത്ത് അന്വേഷിക്കുന്നതേയില്ല. അവൻ ദരിദ്രനും നല്ലവനുമാണ്. ഒരാത്മാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ധാരാളമായി. ആൻഡ്രൂ വീണ്ടും പറയുന്നു, ഓ, ഒരു റബ്ബി ദരിദ്രനും നല്ലവനുമാണെന്ന് ഞാൻ ആദ്യം കേൾക്കുകയാണ്. സ്നാപകൻ ദരിദ്രനാണ്, എന്നാൽ വലിയ കാർക്കശ്യം. മറ്റുള്ളവരെല്ലാം കാർക്കശ്യമുള്ളവരും സമ്പന്നരും, അട്ടയെപ്പോലെ അത്യാഗ്രഹികളും. ഹേയ്, അവിടെ നിൽക്കുന്ന നിങ്ങൾ ഇത് കേട്ടോ. ലോകം ചുറ്റി നടക്കുന്ന നിങ്ങൾ ഇങ്ങ് വരൂ. ഈ ആളുകൾ പറയുന്നു, ഒരു ദരിദ്രനായ എന്നാൽ നല്ലവനായ റബ്ബി ഉണ്ടെന്ന്. ദരിദ്രരെയും പാപികളെയും തേടി നടക്കുന്ന ഒരു നല്ല റബ്ബി ഉണ്ടെന്ന്. ആ എസീൻകാരെ പോലെ വെള്ളവസ്ത്രം ധരിച്ചു നടക്കുന്ന ആ മനുഷ്യനായിരിക്കണം. കുറെ നാൾ മുമ്പ് ജെറീക്കോയിൽ വെച്ച് ഞാൻ അയാളെ കണ്ടു. ഇടയിൽ ഒരാൾ പറയുന്നു, അല്ല, അവൻ ഒറ്റയ്ക്കാണ് നടന്നിരുന്നത്. തോമസ് നമ്മളോട് പറഞ്ഞ ആളായിരിക്കണം. അവൻ ലെബനോനിലെ ചില ഇടയന്മാരോട് തോമസ് ഒരിക്കൽ പറഞ്ഞിരുന്നു. പൊക്കമുള്ള ദൃഢഗാത്രനായ ഒരു ഇടയൻ പറയുന്നു, തീർച്ചയായും ലെബനോനിൽ വന്നെങ്കിൽ തീർച്ചയായും അവൻ ഇവിടെ വരെ വരും. പൂച്ചയുടെ കണ്ണുപോലുള്ള നിന്റെ കണ്ണ്, വേറൊരാൾ പറയുന്നു. സത്രം സൂക്ഷിപ്പുകാരൻ ആളുകളോട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പസ്തോലന്മാർ രണ്ടും തൂണുപോലെ മുറ്റത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. അവസാനം ആൾക്കാരിൽ ഒരാൾ അവരോട് പറയുന്നു, ഹോയ്, നിങ്ങൾ ഇങ്ങ് വരൂ. അവൻ ആരാണ്? നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ എവിടുത്തുകാരനാണ്? അവൻ നസ്രസിലെ ജോസഫിൻ്റെ മകൻ ഈശോയാണ്. ഫിലിപ്പ് ഗൗരവമായി പറഞ്ഞ ശേഷം ഒരു പരിഹാസ ചിരി പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നിക്കുന്നു. എന്നാൽ ആൻഡ്രൂ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള മിശിഹായാണവൻ. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ അവനെ ശ്രവിക്കുവിൻ. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾ സ്നാപകൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശരി, ഞാൻ സ്നാപകൻ്റെ കൂടെ ആയിരുന്നവനാണ്. അതിലെ കടന്നുപോയ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ഞങ്ങളോട് പറഞ്ഞത്, അതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്ന കുഞ്ഞാട് എന്നാണ്. സ്നാനപ്പെടുന്നതിനായി യോർദാനിലേക്ക് ഈശോ ഇറങ്ങിയപ്പോൾ സ്വർഗം തുറന്നു ഒരു സ്വരം ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ അനുഗ്രഹം അവൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു പ്രാവിൻ്റെ ആകൃതിയിൽ താണുവന്ന് അവൻ്റെ ശിരസിൻ്റെ മുകളിൽ പ്രകാശിച്ചു. നോക്കൂ, നസ്രായനാണവൻ. എന്നാൽ നിങ്ങളവൻ്റെ സ്നേഹിതരാണെന്ന് പറയുന്നതിനാൽ എന്നോടൊന്നു പറഞ്ഞേ. അല്ല, എൻ്റെ സ്നേഹിതരല്ല, ഞങ്ങൾ അവൻ്റെ അപ്പസ്തോലന്മാരാണ്. രക്ഷയെ ആഗ്രഹിക്കുന്നവർക്ക് അവൻ്റെ പക്കലെത്താൻ കഴിയേണ്ടതിനെ അവൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കാൻ അവൻ്റെ ശിഷ്യരെയും ഞങ്ങളെയും അവൻ അയച്ചിരിക്കുന്നു. ആൻഡ്രൂ വിശദീകരിക്കുന്നു. കൊള്ളാം, ശരി തന്നെ. എന്നാൽ എന്നോടൊന്ന് പറയൂ, ചിരെല്ലാം പറയുന്നത് പോലെ അവൻ പരിശുദ്ധനാണോ? സ്നാപകനേക്കാൾ വിശുദ്ധനാണോ? അതോ വേറെ ചിലർ പറയുന്നത് പോലെ അവൻ ഒരു ചെകുത്താനാണോ? നിങ്ങളെപ്പോഴും അവൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. ശിഷ്യരായതുകൊണ്ട് നിങ്ങൾ കൂടെ വേണമല്ലോ. ഞങ്ങളോട് തുറന്നു പറയും. അവൻ ജഡികാസക്തി നിറഞ്ഞവനും വലിയ മദ്യപാനിയുമാണെന്ന് പറയുന്നത് ശരിയാണോ? അവൻ ചുങ്കക്കാരെയും വേശ്യകളെയും സ്നേഹിക്കുന്നെന്ന്, അവന് ഭൂതസേവയുണ്ടെന്ന്,
രാത്രിയിൽ അവൻ ഭൂതങ്ങളെ സേവിച്ച് ഹൃദയങ്ങളുടെ രഹസ്യമറിയാൻ ശ്രമിക്കുന്നെന്ന്. ഇതെല്ലാം വാസ്തവമാണോ? ഈ കാര്യങ്ങളെല്ലാം ആ മനുഷ്യരോട് എന്തിനാ ചോദിക്കുന്നത്? അതിനു പകരം അവൻ നല്ലവനാണെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പോരെ? അവരത് കേട്ട് നമ്മളോട് വിഷമം തോന്നി ഗുരുവിനോട് ചെന്ന് പറഞ്ഞു കേൾപ്പിക്കുകയില്ലേ? അപ്പോൾ നമുക്ക് ശാപമല്ലേ കിട്ടുക? ഒന്നും പറയാൻ പറ്റുകയില്ല. അവൻ ദൈവമാകട്ടെ പിശാചാകട്ടെ അവനോട് നന്നായി പെരുമാറുന്നതാണ് നല്ലത്. ഫിലിപ്പാണിപ്പോൾ സംസാരിക്കുന്നത്. മറച്ചുവെക്കാനുള്ള ഒരു തിന്മയും ഇല്ലാത്തതിനാൽ സത്യം ഞങ്ങൾ തുറന്നു പറയുന്നു. ഞങ്ങളുടെ ഗുരുവായ അവൻ വിശുദ്ധരിൽ വിശുദ്ധനാണ്. അവൻ പകൽ സമയം മുഴുവൻ പഠിപ്പിക്കുന്നു. വിശ്രമം കൂടാതെ അവൻ ഓരോ സ്ഥലങ്ങളിൽ മനുഷ്യഹൃദയങ്ങളെ തേടിപ്പോവുകയും രാത്രി സമയം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഭക്ഷണമേശയിലെ സന്തോഷം അവൻ പുച്ഛിച്ചു തള്ളുന്നില്ല, സ്നേഹിതരെ നിരാകരിക്കുന്നുമില്ല. ഇത് സ്വന്തം കാര്യലാഭത്തിനായല്ല, മറ്റു വിധത്തിൽ സമീപിക്കാൻ കഴിയാത്തവരെ പ്രതിയാണ് ഇത് ചെയ്യുന്നത്. ചുങ്കക്കാരെയും വേശ്യകളെയും ബഹിഷ്കരിക്കാത്തത് അവരെ രക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. അവൻ്റെ വഴി മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് രക്ഷയുടെയും രോഗശാന്തിയുടെയും അത്ഭുതങ്ങൾ കൊണ്ടുതന്നെ. കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. ഈ അമാനുഷിക പ്രവൃത്തികൾക്കൊന്നും അവന് ആരുടെയും സഹായം ആവശ്യമില്ല. ഹൃദയങ്ങൾ അറിയാൻ ആത്മാക്കളുടെ സേവയും അവന് വേണ്ട. അതെങ്ങനെയാ? നീ പറഞ്ഞല്ലോ കാറ്റും കടലും അവനെ അനുസരിക്കുന്നെന്ന്. എന്നാൽ അവയ്ക്ക് ബുദ്ധിയില്ല. അപ്പോൾ എങ്ങനെയാ അവയോട് കൽപ്പിക്കുന്നത്? സത്രം സൂക്ഷിപ്പുകാരൻ ചോദിക്കുന്നു. എന്നോട് പറയൂ മനുഷ്യ, ഏതാണ് കൂടുതൽ പ്രയാസമുള്ളത്? കാറ്റിനും കടലിനും മരണത്തിനും കൽപ്പന കൊടുക്കുന്നതിൽ ഏതാണ് ഏറ്റവും വിഷമം? എൻ്റെ യഹോവേ, മരണത്തിന് കൽപ്പന കൊടുക്കുക സാധ്യം. കടലിൽ എണ്ണ ഒഴിക്കാം, പായ്ക്കെട്ടാം, അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങാതിരിക്കാം. ഏറ്റവും ബുദ്ധി അതാണ്. കാറ്റിനെതിരെ കഥ കടക്കാം, എന്നാൽ മരണത്തോട് കൽപ്പിക്കാൻ പറ്റുകയില്ല. അതിനെ ശാന്തമാക്കാൻ ഒരെണ്ണയ്ക്കും കഴിവില്ല. മരണത്തെ പിന്നിലാക്കി മുന്നോട്ട് പായുന്നതിന് ജീവിതമാകുന്ന ചെറുതോണിയിൽ കെട്ടാവുന്ന പായൊന്നുമില്ല. മരണത്തെ അടച്ചുപൂട്ടാനും പറ്റുകയില്ല. നമ്മൾ കഥകടച്ച് പൂട്ടിയിരുന്നാലും മരണം അതിനുള്ളിൽ പ്രവേശിക്കും. ഓ ഇല്ല, ഒരുത്തരും ആ രാജ്ഞിക്ക് കൽപ്പന അയക്കാറില്ല. എന്നാൽ ഞങ്ങളുടെ ഗുരു അതിനോട് കൽപ്പിക്കുന്നുണ്ട്. അതടുത്ത് വരുമ്പോൾ മാത്രമല്ല, അത് വന്നതിന് ശേഷവും നായനിലെ ഒരു യുവാവിനെ കല്ലറക്കുള്ളിൽ വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അവൻ കൽപ്പിച്ചു, നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേൽക്കുക. ആ യുവാവ് ഉടനെ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. നായൻ നിത്യസൂര്യൻ്റെ വിദൂരദേശമൊന്നുമല്ലല്ലോ, നിങ്ങൾക്ക് പോയി അന്വേഷിക്കാവുന്നതല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെയോ നായിമിലെ സകലരുടെയും കൺമുമ്പിലോ? സത്രക്കാരനും അവിടെ താമസിക്കുന്നവരും നിശബ്ദരായി പരസ്പരം നോക്കുകയാണ്. പിന്നീട് സത്രമുടമ പറയുന്നു, എന്നാൽ അവനത് അവൻ്റെ സ്നേഹിതർക്കായി മാത്രമേ ചെയ്യൂ. അല്ല മനുഷ്യ, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി. അവർക്ക് വേണ്ടി തന്നെയുമല്ല, എന്നെ വിശ്വസിക്കൂ. അവൻ ഭൂമിയിൽ ജീവിക്കുന്ന കാരുണ്യമാണ്. അവനെ ആശ്രയിക്കുന്നവർക്ക് ഒരുത്തർക്കും ഫലം കിട്ടാതെ വരുന്നില്ല. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഇടയിൽ വിഷമിച്ച് കണ്ണീർ പൊഴിക്കുന്നവരുണ്ടോ? ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ മനോദുഃഖങ്ങൾ, സംശയം, നിരാശ, പ്രലോഭനം, അറിവില്ലായ്മ. ഇങ്ങനെയുള്ളവർ ഈശോയുടെ പക്കലേക്ക്, സുവിശേഷത്തിൻ്റെ മിശിഹായുടെ പക്കലേക്ക് പോകൂ. ഇന്ന് അവനിവിടെയുണ്ട്, നാളെ അവൻ വേറെ വല്ലയിടത്തുമായിരിക്കും. കടന്നു പോകുന്ന കർത്താവിൻ്റെ കൃപ നിഷ്ഫലമായി നിങ്ങളെ കടന്നു പോകാൻ അനുവദിക്കരുത്. കൂടുതൽ ആത്മവിശ്വാസം നേടിക്കൊണ്ടിരിക്കുന്ന ഫിലിപ്പ് പറയുന്നു. സത്രമുടമ അയാളുടെ മുടിയിലൂടെ വിരലോടിക്കുന്നു. വായ് തുറക്കുന്നുണ്ട്, അടയ്ക്കുന്നുമുണ്ട്. ബെൽറ്റിൻ്റെ തൊങ്ങലിൽ പിടിച്ച് ഞെരിക്കുകയും അവസാനം പറയുന്നു, ഞാൻ നോക്കട്ടെ, എനിക്കൊരു മകളുണ്ട്. കഴിഞ്ഞ വേനൽക്കാലം വരെ അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നീട് ഒരു ചാന്ദ്രരോഗിണിയായിപ്പോയി. മിണ്ടാമൃഗത്തെ പോലെ ഒരു മൂലയിൽ ഇരിപ്പാണെപ്പോഴും. അവിടെ നിന്ന് അനങ്ങുകയില്ല. വളരെ വിഷമിച്ചാണ് അവളുടെ അമ്മ അവളെ ഭക്ഷണം കഴിപ്പിക്കുന്നതും വസ്ത്രം മാറ്റി ധരിപ്പിക്കുന്നതും. വൈദ്യന്മാർ പറയുന്നത് വെയിലധികം അടിച്ചതിനാൽ അവളുടെ തലച്ചോറ് ചൂടുപിടിച്ച് കുറച്ച് കരഞ്ഞിട്ടുണ്ടെന്നാ ചിലരെല്ലാം പറയുന്നത്. ഉചിതമല്ലാത്ത ഒരു പ്രണയത്തിൻ്റെ ഫലമാണെന്ന് ജനം പറയുന്നു. അവൾക്ക് പിശാചബാധയാണെന്ന് അതെങ്ങനെ സംഭവിക്കാനാ? അവൾ വീട് വിട്ട് ഒരിടത്തും പോകുകയില്ല. ആ പിശാചിനെ എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? നിങ്ങളുടെ ഗുരു എന്തു പറയുന്നു? നിർദോഷിയായ ഒരാളിനെ പിശാച് ബാധിക്കുമോ? ഫിലിപ്പ് ഒട്ടും സംശയിക്കാതെ ഉടൻ മറുപടി പറയുന്നു, ബാധിക്കും. എന്തിനാണെന്നോ? ആ ആളിൻ്റെ ബന്ധപ്പെട്ടവരെ ഉപദ്രവിച്ച് നിരാശയിൽ വീഴിക്കാൻ. അതും ചാന്ദ്രരോഗികളെ സുഖപ്പെടുത്താൻ അവന് കഴിയുമോ?
ഞാനത് പ്രതീക്ഷിക്കണമോ? നീ വിശ്വസിക്കണം, ആൻഡ്രൂ ഉടനെ പറയുന്നു. അനന്തരം ജസീറിനിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പാപികളുടെ ഹൃദയങ്ങളിൽ കയറി പറ്റിയിരിക്കുന്ന അസംഖ്യം പിശാചുക്കളെ ബഹിഷ്കരിച്ചെങ്കിൽ ഒരു യുവഹൃദയത്തിലിരിക്കുന്ന ഒരു പിശാച് എങ്ങനെ പുറത്തു പോകാതിരിക്കും? ഞാൻ നിന്നോട് പറയുന്നു, അവനിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഏറ്റവും അസാധ്യമായ കാര്യവും ശ്വാസോച്ഛ്വാസം പോലെ എളുപ്പമായി തീരുന്നു. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ ശക്തിയുടെ സാക്ഷിയാണ് ഞാൻ. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ആരാണ് അവനെ ചെന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് വരിക? ഞാൻ തന്നെ പോകാമല്ലോ, വേഗം തിരിച്ചു വരികയും ചെയ്യാം. ഇത് പറഞ്ഞ് ആൻഡ്രൂ ഓടിപ്പോവുകയും ഫിലിപ്പ് അവിടെയുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. മൈതാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ശക്തിയായ വെയിലടിക്കുന്നതിനാൽ ഈശോയെ ഒരു കടയുടെ മുന്നിലുള്ള പന്തലിനടിയിൽ നിൽക്കുകയാണ്. ആൻഡ്രൂ ഓടിച്ചെന്ന് പറയുന്നു, ഗുരുവേ വരൂ, സത്രമുടമയുടെ മകൾ ഒരു ചാന്ദ്രരോഗിണിയാണ്. അയാൾ മകളെ സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. അയാൾക്ക് എന്നെ അറിയാമായിരുന്നു. ഇല്ല ഗുരുവേ, ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. സുഖപ്പെടുത്താൻ സാധ്യതയില്ലാത്ത ഒരു രോഗം സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് ഒരാൾ വിശ്വസിക്കാറാകുമ്പോൾ വിശ്വാസത്തിൽ അയാൾ വളരെ വളർന്നിട്ടുണ്ടാകും. അതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയായിരുന്നല്ലോ. നിങ്ങൾ അയാളോട് എന്താണ് പറഞ്ഞത്? നിന്നോടെങ്ങനെ പറയാൻ കഴിയും? നിന്നെക്കുറിച്ചും നിന്റെ പ്രവൃത്തികളെക്കുറിച്ചും ഞങ്ങൾക്കറിയാവുന്നവ ഞങ്ങൾ അവരോട് പറഞ്ഞു. ഏറ്റവും അധികമായി നീ സ്നേഹവും കരുണയുമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ലോകത്തിന് നിന്നെക്കുറിച്ച് എത്ര തെറ്റായ അറിവാണുള്ളത്. എന്നാൽ നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാമല്ലോ, അത് മതി. അവൻ ആ സത്രത്തിലേക്ക് ചെന്നു. ഓരോ ആവശ്യത്തിന് അവിടെ വരുന്നവരെല്ലാം ജിജ്ഞാസയോടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. അവരുടെ മധ്യത്തിൽ ഫിലിപ്പും സത്രമുടമയുമുണ്ട്. അയാൾ തന്നോട് തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. അയാൾ ഈശോയെ കണ്ടയുടനെ ഓടിച്ചെന്ന് അഭിവാദ്യം ചെയ്തു പറയുന്നു, ഗുരുവേ, കർത്താവേ, ഈശോയെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീയാണെന്നും നിനക്കെല്ലാം അറിയാമെന്നും നീയെല്ലാം കാണുന്നുവെന്നും നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറയത്തക്ക വിധം ഞാൻ അത്ര ദൃഢമായി വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ധാരാളം പാപങ്ങളുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തൊഴിലിൽ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുള്ളതിനാൽ എൻ്റെ മകളെ ശിക്ഷിക്കരുതേ. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇനി ഒരിക്കലും ഞാൻ പിടിച്ചു പറിക്കുകയില്ല. എൻ്റെ ഹൃദയത്തെ അതിൻ്റെ കഴിഞ്ഞകാല ചെയ്തികളോടും ഇപ്പോഴത്തെ ചിന്തകളോടും കൂടെ നീ കാണുന്നുണ്ടല്ലോ. ഗുരുവേ, എല്ലാം പുറത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇവിടെ വരുന്ന എല്ലാവരോടും എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും നിന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ആ മനുഷ്യൻ മുട്ടിന്മേലാണ് നിൽക്കുന്നത്. ഈശോ അയാളോട് പറയുന്നു, എഴുന്നേൽക്കുക, ഇപ്പോഴുള്ള മനോഭാവത്തിൽ നിലനിൽക്കുകയും ചെയ്യുക. മകളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. എൻ്റെ കർത്താവേ, അവൾ ഒരു തൊഴുത്തിലാണ് ഇപ്പോഴും ഉള്ളത്. വല്ലാത്ത കാലാവസ്ഥയിൽ രോഗം ശക്തിയാണ്. അവൾ വെളിയിലേക്ക് വരികയുമില്ല. അത് സാരമില്ല, ഞാൻ അങ്ങോട്ട് പോകാം. ഇത് കാലാവസ്ഥയുടെ ദോഷമല്ല, ഞാൻ വരുന്നെന്ന് കാണുന്ന സാത്താനാണിത് ചെയ്യുന്നത്. അവർ മുറ്റത്തേക്കും അവിടുന്ന് വെളിച്ചമുട്ടും തന്നെ കയറാത്ത ഒരു തൊഴുത്തിലേക്കും പോകുന്നു. ജനങ്ങളെല്ലാം കൂടെയുണ്ട്. വൃത്തിഹീനമായി ശോഷിച്ച് വികൃതമായിരിക്കുന്ന അവൾ ഏറ്റവും ഇരുട്ടുള്ള മൂലയിൽ നിന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഈശോയെ കണ്ടയുടനെ അവൾ വിളിച്ചു കൂവുകയാണ്, പോകൂ, തിരിച്ചു പോകൂ, എന്നെ അലട്ടാതെ പോകൂ. കർത്താവിൻ്റെ ക്രിസ്തുവാണ് നീ. നീ എന്നെ പ്രഹരിച്ചിരിക്കുകയാണ്. എന്നെ വെറുതെ വിടൂ. എന്തിനാണ് നീ എന്നെ എപ്പോഴും പിന്തുടരുന്നത്? ഈ ബാലികയിൽ നിന്നും പുറത്തു പോകൂ. ഞാൻ ആവശ്യപ്പെടുന്നു. നിന്റെ ഇരയെ തിരിച്ച് ദൈവത്തിന് കൊടുത്തിട്ട് അടങ്ങിയിരിക്കൂ. ചങ്കു തകർക്കുന്ന ഒരു കൂവൽ, ഒരു ഞെട്ടൽ. അവളുടെ ശരീരം തളർന്ന് വൈക്കോലിന്മേൽ വീണു. സ്വല്പം കഴിഞ്ഞപ്പോൾ ശാന്തമായി ദുഃഖത്തോടെ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. വിസ്മയം പൂണ്ട ചോദ്യങ്ങൾ. ഞാൻ എവിടെയാ? എന്തിനാ ഞാനിവിടെ വന്നത്? അവരൊക്കെ ആരാ? പിന്നീട് അമ്മയെന്ന് വിളിക്കുന്നു. ശിരോവസ്ത്രമില്ല, ഉടുപ്പുമെല്ലാം കീറിയതാണ്. അപരിചിതരായ അനേകം പേർ അടുത്തു നിൽക്കുകയും ചെയ്യുന്നു. അവൾ ലജ്ജ കാണിക്കുന്നു. ഓ നിത്യനായ കർത്താവേ, അവൾ സുഖപ്പെട്ടു. ഒരു കൊച്ചിയ കുട്ടിയെപ്പോലെ സത്രമുടമ കരയുന്നു. ചുവന്ന കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകുന്നു. അയാൾക്ക് സന്തോഷമാണ്, എന്നാലും കരച്ചിൽ തന്നെ. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അയാൾ ഈശോയുടെ കരങ്ങൾ ചുംബിക്കുന്നു. ബാലികയുടെ അമ്മയും കരയുകയാണ്. വിസ്മയം പൂണ്ട ആ കൊച്ചുകുട്ടികൾ ചുറ്റും. അവൾ സുഖം പ്രാപിച്ച ആദ്യ സന്താനത്തെ ചുംബിക്കുന്നു. മകൾ പിശാചിൽ നിന്നും സ്വതന്ത്രയായിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വിസ്മയത്തോടെ ആർപ്പ് വിളിക്കുന്നു. അനേകർ വിവരം കേട്ട് ഓടി വരുന്നു.
മുറ്റം നിറയെ ആളുകൾ. കർത്താവെ, ഞങ്ങളുടെ മേൽ വസിക്കണമേ. നേരം ഇരുട്ടി തുടങ്ങി. എൻ്റെ മേൽപ്പുരയ്ക്ക് കീഴിൽ വിശ്രമിക്കണമേ. മനുഷ്യ, ഞങ്ങൾ 13 പേരാണുള്ളത്. നിങ്ങൾ 300 പേരാണെങ്കിലും കുഴപ്പമില്ല. നീ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അത്യാഗ്രഹിയും കള്ളനുമായിരുന്ന സാമുവേൽ മരിച്ചു. കർത്താവെ, എൻ്റെ സാത്താനും പമ്പ കടന്നു. ഇപ്പോഴുള്ളത് ഒരു പുതിയ സാമുവേലാണ്. അയാൾ തുടർന്നു, സത്രം സൂക്ഷിപ്പ് തന്നെ നടത്തും. എന്നാൽ അവൻ പരിശുദ്ധനായിരിക്കും. വരൂ, വരൂ. നിന്നെ ഒരു രാജാവിനെ പോലെ, ദൈവത്തെ പോലെ നീ അങ്ങനെയാണല്ലോ. എനിക്കും വണങ്ങി ബഹുമാനിക്കണം. ഓ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന സൂര്യൻ അനുഗ്രഹീതനാകട്ടെ. ദർശനം അവസാനിക്കുന്നു.